പരിശുദ്ധ ദൈവമാതാവിനെ നിങ്ങളുടെ വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്ത് വാഹനങ്ങളെ മുമ്പിലും പുറകിലും വരുന്ന മറ്റു വാഹനങ്ങൾ ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളെ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദ ഫയർ ഫിംഗർ, soak with the precious blood, Lord, infuse the spirit of power and grace. പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. എൻ്റെ മക്കളെ, ഇപ്പം അവർ നമ്മളോട് പറഞ്ഞു നിന്നെ എടുത്തോളാന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടപ്പെടുത്തില്ല ആൾക്കാർ. ജീവിതമല്ലേ, അപ്പോൾ അതിർത്തി തർക്കവും ചിലപ്പോൾ ഇപ്പോൾ കച്ചവടം നടത്തുന്നവരാണെങ്കിൽ നമ്മൾ കടം മേടിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അവർ വാങ്ങിച്ച കടം തിരിച്ചു ചോദിക്കണമെങ്കിൽ ഞങ്ങൾ വീടും പൊളിച്ചുകൊണ്ട് പോകാൻ പോണ എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിയ ദിവസം പറയുകയും ചെയ്യും. അതിന് അവരെന്താ നമ്മൾ ചോദിച്ചതിൻ്റെ പേരിൽ തന്നെ ചില വില കുറഞ്ഞ മനുഷ്യർ അവർ വാങ്ങിച്ച കടം പൈസ നമുക്ക് തരാതിരിക്കാൻ വേണ്ടി ഉടായ്പ ന്യായങ്ങൾ പറയും. അപ്പോഴേ ഇപ്പം അങ്ങനെ പല ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ പറയും, എൻ്റെ തടിയെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ നിന്നോട് ഞാൻ കാശ് വാങ്ങിച്ചിരിക്കുമെന്ന് പറയും. കർത്താവ് അങ്ങനെയൊന്നും പറയും. കർത്താവ് പറഞ്ഞെന്ന് പറയും, നീ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് നീ നിന്നെ തന്നെ മലിമസ്വാക്കരുത്. നമ്മളുടെ വിഷയം ഈശോ പറഞ്ഞ യോഹന്നാൻ 15:10 എന്താണ്? പല തരത്തിൽ നമുക്ക് പല തരത്തിലുള്ള ഫീലിംഗ് ഉണ്ടാവും. ഫീലിംഗ് ഒക്കെ ഉണ്ടാവും, മോശമായിട്ടുള്ള അത് നമ്മളങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോയെന്ന് തോന്നുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചില സമയത്ത് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ആലോചനമായിട്ട് തന്നെ അവസാനിക്കുന്ന ദിവസങ്ങളുണ്ടാവും. ചില ആൾക്കാർ പറയും, ഇന്ന് ആരുടെ കടയുണ്ടെന്ന് അറിയാൻ പോലെന്ന് പറയും. അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ എല്ലാത്തിനും ഉള്ള ഉത്തരവ് എന്താണ്? യോഹന്നാൻ 15:10 നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. എല്ലാ വിഷയവും പരിഹരിക്കാവുന്ന അത് എൻ്റെ അണ്ടർലൈൻ എന്താണ് ശരിക്കും പറഞ്ഞാൽ? എല്ലാ വിഷയവും പരിഹരിക്കാം. എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. അതായത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മളെ വേർപെടുത്തും എന്നൊരു ചോദ്യം റോമാലേഖനം 8:35 ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മളെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ.